മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കിയ ഒരു കേസായിരുന്നു കീഴൂട്ട് തറവാട്ടിലെ സ്വത്ത് തർക്ക കേസ്. മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുന്നോക്ക ക്ഷേമനിധി കമ്മീഷൻ്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന ആർ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ബിയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപ്പത്രം എഴുതി. തൻ്റെ മരണശേഷം ഈ തൻ്റെ സ്വത്തുവകകൾ ആർക്കൊക്കെ കൊടുക്കണം. അതിനകത്ത് കേസ് വരുന്നത് ഇങ്ങനെയാണ്. ആർ ബാലകൃഷ്ണപിള്ള വിൽപ്പത്രം അടച്ച വില്ലായി കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് ചേച്ചി ഉഷ മോഹൻദാസിൻ്റെ പരാതി. അതായത് കെ ബി ഗണേഷ് കുമാറിൻ്റെ രണ്ട് സഹോദരിമാരിൽ മൂത്ത സഹോദരിയായ ഉഷ മോഹൻദാസാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ പരാതി കൊടുക്കുന്നത്. കെ ബി ഗണേഷ് കുമാർ ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രം എന്ന നിലയിൽ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രമല്ല, അദ്ദേഹം അടച്ച വില്ലായി ഇത് കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ പറയുന്നതാണ് ശരി. അതിനകത്ത് ഗണേഷ് കുമാറിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല, സ്വത്തുകളൊന്നുമില്ല. ആദ്യം ഈ ഉഷ മോഹൻദാസ് പറയുന്ന വിൽപ്പത്രം അനുസരിച്ചാണെങ്കിൽ ഗണേഷ് കുമാറിനും ബിന്ദുവിനും, അതായത് രണ്ടാമത്തെ സഹോദരി ബിന്ദു ബാലകൃഷ്ണനും പ്രത്യേകിച്ച് അവിടെ വാല്യൂ ഒന്നുമില്ല. അവർക്ക് സാധാരണ സ്വത്തുവകകളൊക്കെ ഉള്ളൂ. ഈ ബാക്കിയെല്ലാം ഉഷ മോഹൻദാസിനാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഉഷ മോഹൻദാസ് അങ്ങനെ ഒരു വിൽപ്പത്രമുണ്ടെന്നും അത് രജിസ്ട്രാർ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും വാദിച്ച് കോടതിയിൽ കേസ് പോയത്. ഈ കേസ് വന്നതോടുകൂടിയാണ് രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ 2.5 വർഷം മന്ത്രിയാകേണ്ട ഗണേഷ് കുമാർ അവിടെ പുറത്തിരിക്കേണ്ടി വന്നത്, വെറും MLA ആയി തുടരേണ്ടി വന്നത്. പിന്നീട് ആന്റണി രാജു മാറിയ ശേഷമാണ് ഇദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ അനിശ്ചിതത്വം. പിന്നെ വ്യക്തിഹത്യ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടല്ലോ. സ്വത്തുക്കളൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ അദ്ദേഹം നേരിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പറയുന്നു ഗണേഷ് കുമാറും ബിന്ദു ബാലകൃഷ്ണനും വാദിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിൽപ്പത്രം അതല്ല, ഉമാ മോഹൻദാസ് പറയുന്ന വിൽപ്പത്രമല്ല, മറ്റൊന്നാണ്. അതിനകത്ത് അദ്ദേഹം കൃത്യമായി എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാളകം സ്കൂളിൻ്റെ ഉൾപ്പെടെയുള്ള അധികാരം ഗണേഷ് കുമാറിനാണെന്ന് പറയുന്നുണ്ട്. കാരണം ആർ ബാലകൃഷ്ണപിള്ള അവസാന നാളുകളിൽ, അതായത് രോഗക്കിടക്കയിലായി മരിക്കുന്ന അവസാന നാളുകളിൽ കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിനൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രണ്ടാമത് എഴുതിയ വിൽപ്പത്രത്തിൽ കെ ബി ഗണേഷ് കുമാറിന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു. അപ്പോഴാണ് ഉഷ മോഹൻദാസിന്റെ രണ്ടാമത്തെ വാദം ഈ കേസിൽ വരുന്നത്. ഇതിനകത്തുള്ള രണ്ടാമത്തെ വിൽപ്പത്രം അച്ഛനെ ഭീഷണിപ്പെടുത്തി അച്ഛൻ്റെ സന്തത സഹചാരിയായ പ്രഭാകരൻ നായർ, വിൽപ്പത്രം എഴുതാൻ സഹായിച്ച പ്രഭാകരൻ നായരെ വശത്താക്കി അയാളിൽ നിന്ന് ആദ്യത്തെ വിൽപ്പത്രത്തിലെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത് രണ്ടാമതൊരു വിൽപ്പത്രം തയ്യാറാക്കി ആർ ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒപ്പുവെച്ചതാണ്, അല്ലെങ്കിൽ മറ്റാരോ വ്യാജമായി ഒപ്പിട്ടതാണ് എന്നും ഉഷ മോഹൻദാസ് കോടതിയിൽ വാദമുയർത്തി. മുൻസിഫ് കോടതി തീരുമാനിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതിലെ ഒപ്പുകൾ വ്യാജമാണോ ഒറിജിനലാണോ എന്ന് ഫോറൻസിക് പരിശോധിക്കട്ടെ. അങ്ങനെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് ഈ വിൽപ്പത്രവും ആധാരങ്ങളും ഒക്കെ അയച്ചു, തെളിവുകൾ അയച്ചു. അതായത് ഒന്ന്, ഇലക്ഷൻ നോമിനേഷന് നൽകിയ രേഖകളിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ്, അതുപോലെ ബാങ്ക് ഡോക്യുമെൻറ്റുകളിലുള്ള ഒപ്പ്, അങ്ങനെ തുടങ്ങി ആധികാരിക രേഖകളിൽ ആർ ബാലകൃഷ്ണപിള്ള ഇട്ടിട്ടുള്ള ഒപ്പുകൾ പരിശോധിക്കാൻ, ഒപ്പും ഈ വിൽപ്പത്രത്തിലെ ഒപ്പും തമ്മിൽ താരതമ്യപ്പെടുത്താനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ യഥാർത്ഥ ഒപ്പുകളാണ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പെല്ലാം യഥാർത്ഥമാണെന്ന് തെളിഞ്ഞു. ഇതാണ് കെ ബി ഗണേഷ് കുമാറിന് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. ഉഷ മോഹൻദാസ് പറഞ്ഞതൊക്കെ വ്യാജ ആരോപണങ്ങളും വെറും കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്ന് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിൽ ഇങ്ങനെ എഴുതിയത്. കാലം ആദ്യം കള്ളം എഴുന്നള്ളിച്ച് നടക്കും. കള്ളം ഒരുപാട് ദൂരം പ്രചരണം നടത്തി പൊയ്ക്കഴിയുമ്പോഴാണ് സത്യത്തിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നത്. എന്നായാലും കാലം സത്യം തെളിയിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കാലം തെളിയിച്ച നീതിയാണ്, സത്യമാണ്, കാലം എനിക്ക് തന്ന നീതിയാണ് എന്ന് ഗണേഷ് കുമാർ പറയുന്നു. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവിയെയും അതും കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഒരാളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കവുമൊക്കെ നടന്ന കേസായതുകൊണ്ടാണ് ഇത് ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കേസ് മാറിയതോടുകൂടി അത് കൂടുതൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ടെൻഷൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യനിർവഹണം നടത്താൻ കഴിയുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം.